അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ മൈൻഡിൽ സ്ട്രോങ് ഡിസിഷൻ പറയണം. എൻ്റെ ദേഹത്തിരിക്കുന്ന എക്സ്ട്രാ സോള് ഈ ദർബയിൽ ഒന്നിരിക്കട്ടെ എന്ന് കമാൻഡ് ചെയ്യണം. ആക്ച്വലി നമ്മുടെ മൈൻഡ് എപ്പോഴും സ്ട്രോങ് ആണ്. സോളിനൊക്കെ എപ്പോഴും ഒരു പിടി മോളിലാണ് നമ്മുടെ മൈൻഡ് ചെയ്യണത്. റീബർത്ത് എടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പോ ആ ഒരു ടൈമിൽ ജനിക്കുന്ന ആ ഒരു കുട്ടിയിലേക്ക് ഇത്തരം ആത്മാക്കൾ പ്രവേശിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? അപ്പൊ നടന്നു പോയപ്പോ ഇദ്ദേഹം വളരെ സെൻസിറ്റീവ് ആണ്. അദ്ദേഹത്തിന്റെ മെത്ത് കയറി 108 പ്രാവശ്യം അവൻ അവരെ ഗംഗയില് മുങ്ങി. ആ നെഗറ്റീവ്സ് ഇറങ്ങി പോയി. നെഗറ്റീവ്സ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ അവരും പ്യൂരിഫൈ ചെയ്യും. അവർക്ക് അപ്പൊ ബോഡി ഇട്ടാലേ. അപ്പൊ അവർ ഈ ബലിതർപ്പണം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഒരിക്കലും പോയി നിൽക്കരുത്. ആവശ്യമില്ലാത്ത ആൾക്കാർ പോയി നിൽക്കരുത്. ഘോറികള് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ശ്മശാനം. മെഡിറ്റേഷന്റെ കുണ്ടലിനിയൊക്കെ ഒരു 10-15 അടി പൊക്കത്തിൽ എത്തണം. അതിനുശേഷം നമ്മുടെ ബോഡി ഓവർ സെൻസിറ്റീവ് ആവും. അപ്പൊ നമ്മൾ തന്നെ ചില കുട്ടികളെ നമ്മൾ ഇത് പോകാൻ വേണ്ടിയിട്ട് ബലിയിടാൻ പറയും. ഇതിനുള്ള ഇന്നലെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു ക്ലിനിക്കിൽ. ഇദ്ദേഹത്തിന്റെ മേത്ത് എക്സ്ട്രാ സോൾ ഉണ്ട്. അപ്പൊ ഈ സോള് പുള്ളിക്ക് എങ്ങനെയെങ്കിലും കളയണം. ഭയങ്കര ശല്യമോ ചില സോൾസ് കയറി കഴിഞ്ഞാൽ. അപ്പൊ ഇതിനുള്ള പരിഹാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോവുക. ബലിതർപ്പണം നടത്തുന്ന അമ്പലങ്ങളുണ്ടല്ലോ, നമ്മുടെ ഇപ്പോൾ ആലുവ ക്ഷേത്രം, മണപ്പുറം. അപ്പോൾ അങ്ങനെ ഇങ്ങനെ പവർഫുള്ളായ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നമ്മൾ ആ ദർഭ വയ്ക്കുമല്ലോ, ഒരു ഏലിയൻ ദർഭയും വയ്ക്കുമല്ലോ. വയ്ക്കുമ്പോൾ നമ്മളെ മൈൻഡ് സെറ്റ് അവർ പറയുമല്ലോ, നമുക്ക് മന്ത്രം ചൊല്ലി തരും പൂജാരിമാർ. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മൾ മൈൻഡിൽ സ്ട്രോങ് ഡിസിഷൻ പറയണം. എൻ്റെ ദേഹത്തിരിക്കുന്ന എക്സ്ട്രാ സോള് ഈ ദർഭയിൽ ഒന്നിരിക്കട്ടെ എന്ന് കമാൻഡ് ചെയ്യണം. നമ്മുടെ കമാൻഡിങ് പവർ അനുസരിച്ചിരിക്കും. ആക്ച്വലി നമ്മുടെ മൈൻഡ് എപ്പോഴും സ്ട്രോങ് ആണ്. സോളിനൊക്കെ എപ്പോഴും ഒരു പിടി മോളിലാണ് നമ്മുടെ മൈൻഡ് ചെയ്യണത്. ഓൺലി തിങ് നമുക്ക് ഈ പേടിയുള്ളതാണ് ഇവര് നമ്മളെ ഓവർടേക്ക് ചെയ്യണത്. ഈ സാധനത്തിന് പേര് പറയുമ്പോഴേക്കും പേടിയും അല്ലേ? അപ്പൊ ഇവര് നമ്മൾ ഓവർ ആക്ട് ചെയ്യാൻ തുടങ്ങും. അല്ലെങ്കിൽ പിന്നെ അത്ര വൈരാഗ്യത്തോടുകൂടി മരിച്ച സോൾസ് ആയിരിക്കണം നമുക്ക് വൈരാഗ്യം തീർക്കാൻ വേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇത് അങ്ങനത്തെ കേസൊന്നുമല്ല. അപ്പൊ അവരോട് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് പിണ്ടസ്നാനം ചെയ്യും, പിണ്ടൂടാം, ബലിതർപ്പണം അത് നടത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പോവും. അത് ഒരു പ്രാവശ്യം നടത്തിയോണ്ട് കാര്യമൊന്നുമില്ല. അത് സോളിന്റെ വൈരാഗ്യം അനുസരിച്ചിരിക്കും. അതല്ലെങ്കിൽ ഈ ബോഡിയായിട്ടുള്ള അറ്റാച്ച്മെന്റ് അനുസരിച്ചിരിക്കും. ചിലപ്പോൾ ഇവർക്ക് മുൻ ജന്മത്തിൽ ഇവരുമായിട്ട് ലിങ്ക് ഉണ്ടാവും. അപ്പൊ അത് യൂസ് ചെയ്ത് തീരാൻ വേണ്ടിയിട്ട് ഇവർ ഈ ബോഡിക്ക് തന്നെ നിൽക്കും, പോവില്ല. അപ്പൊ നമ്മൾ ചിലപ്പോൾ 4, 5, 6 പ്രാവശ്യം അമാവാസിക്ക് പോയി ബലിയിടേണ്ടി വരും. അപ്പൊ ഇറങ്ങിപ്പോകും. കാരണം അപ്പോഴേക്കും ഇവർ പവർഫുൾ ആവും. ആ നെഗറ്റീവ്സ് ഇറങ്ങിപ്പോ നെഗറ്റീവ്സ് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവരും പ്യൂരിഫൈ ചെയ്യും. അവർക്ക് അപ്പൊ ബോഡി ഇട്ടാലേ. അപ്പൊ അവർ ഇത്തരത്തില് പോകുന്ന സോള് റീബർത്ത് എടുക്കുന്ന സമയത്ത് തന്നെ ഇപ്പോ ആ ഒരു ടൈമിൽ ജനിക്കുന്ന ആ ഒരു കുട്ടിയിലേക്ക് ഇത്തരം ആത്മാക്കൾ പ്രവേശിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അല്ല, അവര് ഓൾറെഡി പ്യൂരിഫൈ ചെയ്തിട്ടല്ലേ വരണേ. ഈ ഇവിടുന്ന് പോയെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ യോഗിക് വേയിൽ ചെയ്യുന്ന പിന്നെ പ്യൂരിഫിക്കേഷന്റെ ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി പ്യൂരിഫൈഡ് ആയി. അല്ലാതെ ചെയ്യുന്ന പിണ്ടൊട്ട് പോയാലും ഫുൾ പ്യൂരിഫിക്കേഷൻ ആവില്ല. അവര് ഇവിടുന്ന് ഭൂമി വിട്ടു പോകുന്നുള്ളൂ. ഭൂമി വിട്ടു പോയാലും ഈ നരകത്തിലുള്ള കുറച്ച് യാതനകൾ അവർ മുൻജന്മത്തിൽ ചെയ്തത് കുറെ തീരാനുണ്ട്. ആ ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് ഉണ്ടായിന്. ആ പ്രോസസ്സിൽ കൂടെ അവർക്ക് ആ സോൾ കയറി ഇറങ്ങി പോയാൽ മാത്രമേ അവർക്ക് അടുത്ത ഇതിൽ. അപ്പോഴേക്കും ടൈം ആവും. ഇതെല്ലാം വെൽ കാൽക്കുലേറ്റഡാ. അപ്പൊ എത്ര നാൾ അവർക്ക് ആ ടൈം ബൗണ്ട് ഉണ്ടോ, ആ ടൈം ബൗണ്ടിലാണ് അവരുടെ സോൾ കയറേണ്ട സമയമാവുള്ളൂ. ചില സോളിന് എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാതെ മരണപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ. ആരാണ് അവരെ, അല്ലെങ്കിൽ ചിലപ്പോ കൊലപാതകമായിരിക്കും. അത്തരത്തിൽ മരണപ്പെടുന്ന സോളുകൾക്ക് തന്നെ ആരാണ് കൊന്നത് എന്ന് കണ്ടുപിടിക്കാൻ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അവരോടൊരു ദേഷ്യം കാണുമല്ലോ. ആഗ്രഹ പൂർത്തീകരണം ഇല്ലാതായിരിക്കാം അവർ മരണപ്പെട്ടത്. അപ്പം അത്തരം സോളുകൾക്ക് മറ്റേതെങ്കിലും ദേഹത്തിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊരു ചെറിയ കുട്ടി അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്താണ് ഇത് കേറുന്നത് എങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടോ? അല്ല, അങ്ങനെയല്ല. അതിനു വേണ്ടിയിട്ട് വേറെ ബോഡി എടുക്കണമെന്നില്ല. അങ്ങനെ അവർക്ക് ബോഡി എടുക്കാൻ പറ്റൊന്നുമില്ല. ഇപ്പൊ എന്റെ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു ആളുടെ ശരീരത്തിൽ കയറുന്നത് ജന്മം കൊണ്ടല്ല, അത് എക്സ്ട്രാ സോൾ കയറുന്നതാ. അത് എപ്പോ വേണേലും കയറാം. അപ്പൊ നമ്മളിപ്പോ ഇവിടെ പോയി നിന്നു. അതുകൊണ്ട് പറഞ്ഞ ഈ ബലിതർപ്പണം ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഒരിക്കലും പോയി നിൽക്കരുത്. ആവശ്യമില്ലാത്ത ആൾക്കാർ പോയി നിൽക്കരുത്. കാരണം അവിടെ ഫുൾ സോൾസ് വന്ന് നിൽക്കുന്ന സ്ഥലമാണത്. നമ്മൾ വിളിച്ചു വരുത്താല്ലേ അവരെ. അപ്പൊ അവർക്ക് വേണമെങ്കിൽ നമ്മുടെ ബോഡി വയബിൾ ആണെങ്കിൽ നമ്മുടെ ബോഡി കയറാം.
അത് ഈ ഫ്രീക്വൻസി നോക്കിയിട്ടാണ് അവരുടെ ഇത് തീരുമാനിക്കണത്, ബോഡി തീരുമാനിക്കണത്. അതേപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ നമ്മളിപ്പോ എല്ലാവരും കാശി പോയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സെൽഫി എടുക്കലാണ്. എവിടെ? മണികർണിക കാട്ടില്. അരിഷ്ടൻ കാട്ടും പറഞ്ഞ മണികർണിക കാട്ടാണ് ഈ ദഹിപ്പിക്കുന്ന സ്ഥലം. ഒരു ഭക്തിയിലുള്ള കുട്ടി ഒരു കാരണവശാലും അവിടെ പോയി നിൽക്കരുത്. ഞങ്ങളും നിൽക്കരുത്, യോഗ ഫേസിലുള്ളവർ നിൽക്കരുത്. അധർവം ചെയ്യുന്ന ആൾക്കാര്, ഘോരികള്, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ ശ്മശാനം. അല്ലാണ്ട് സാധാ പൂജ ചെയ്യുന്നവർക്കല്ല. അധർവത്തില് പൂജ ചെയ്യുന്ന ആൾക്കാർക്ക് പോവാം. അങ്ങനെ പോയി നിന്ന് ഹോള് കയറും. ഞങ്ങള് എന്റെ ദൈവമേ, കാശി പോയി കഴിഞ്ഞാല് അമ്പലത്തിന്റെ അവിടെ നിന്ന് പോയിട്ടോ കാശില്? അമ്പലത്തിന്റെ അവിടുന്ന് നേരെ എത്താറാവുമ്പോ തൊട്ട് ചേർന്ന് തന്നെയാ ഈ ഘാട്ടുള്ളത്. ഞങ്ങള് മുകളിൽ പോയി റോട്ടിൽ പോയിട്ട് തിരിച്ച് അപ്പുറത്തെ ഘാട്ടിലേക്ക് കിടക്കാൻ വേണ്ടി ഈ സ്റ്റെപ്പ് കുറെ ഉണ്ട്. നല്ല ഹൈറ്റിലാ ഈ ഘാട്ട് എന്ന് പറഞ്ഞാൽ. ഈ ഫുട്പാത്താണ് ഈ പറയണത്. ഈ നമ്മുടെ റിവർ സൈഡിന്റെ ഫുട്പാത്തിനാണ് ഈ ഘാട്ട് എന്ന് പറയുന്നത്. അതിന്റെ ഓരോരോ സെക്ഷനുകൾ ഓരോ പേര് കൊടുത്തേക്കാം. അപ്പൊ അങ്ങനെ നേരെ അമ്പലത്തിന്റെ ഘാട്ടിലേക്ക് കയറിയിട്ട് വളഞ്ഞ് തിരിഞ്ഞ് പോക്കറ്റ് റോഡ്സാ ഫുള്ള്. അതിലെ കയറി അപ്പുറത്തെ ചെന്ന് ഇറങ്ങും ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടി. ഇതിലെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും എത്തും. കാരണം അവർക്ക് നമ്മുടെ സോളിനെ കാണാം. അപ്പൊ നല്ല വൈബിൾ സോളാണ്. അപ്പൊ ചാടി കയറും. കാരണം ഇവർക്ക് കൂടുതൽ എനർജി കിട്ടും ഇതിനകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ. അവർക്ക് പ്യൂരിഫിക്കേഷൻ എളുപ്പമാണ്. ഇപ്പോ ചില ആൾക്കാര് ഇത് കാണുമ്പോൾ തന്നെ അവർ വിചാരിക്കും, പോയ ആൾക്കാരുണ്ടാവുമല്ലോ, ഇതേപോലെ സ്വാമി പറഞ്ഞ ഈ ശ്മശാനത്തിൽ പോയി നിന്നത് കണ്ടിട്ടുള്ള ആൾക്കാരുണ്ട്, എന്നിട്ട് എന്തുകൊണ്ട് എന്റെ ദേഹത്ത് കയറിയിട്ടില്ല എന്ന് ചോദിച്ചത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡിക്ക് വൈബിളായ സോൾ അവിടെ ഉണ്ടെങ്കിൽ അവർ കയറും. സെൻസിറ്റിവിറ്റി അനുസരിച്ചിരിക്കും. ചിലർ ഹൈലി സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പൊ ഞങ്ങളുടെ ഒരു ഫേസ് ഉണ്ട്. ഈ മെഡിറ്റേഷന്റെ ബോഡി ആസ്ട്രൽ ട്രാവലും കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഫേസ് ഉണ്ട്. മെഡിറ്റേഷന്റെ കുണ്ടലിനിയൊക്കെ ഒരു 10-15 അടി പൊക്കത്തിൽ എത്തണം. അതിനുശേഷം നമ്മുടെ ബോഡി ഓവർ സെൻസിറ്റീവ് ആവും. ഈ ഓവർ സെൻസിറ്റീവ് ഫേസിൽ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും ഇതെല്ലാം ഇവർ അബ്സോർബ് ചെയ്യും. അത് കുറച്ച് നാൾ പിടിക്കും അത്. അപ്പൊ ആ സമയത്ത് ആരെങ്കിലും അടുത്തേക്കടെ പോയി അത് മെത്തേറും, ഈ സോൾ മെത്തേറും. ആ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. പണ്ട് കാലത്ത് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുക്കന്മാർ ഇതറിഞ്ഞിട്ട് ഇവരെ കാട്ടിലേക്ക് വിടും. ആശ്രമങ്ങളിൽ നിൽക്കുന്ന ഗുരുക്കന്മാര് ശിഷ്യന്മാരെ ഇങ്ങനെയുള്ള ഫേസിൽ വരുമ്പോ നമുക്ക് മനസ്സിലാവും അത്. പക്ഷെ നമുക്ക് ഇപ്പൊ പറ്റില്ലല്ലോ. ഇന്നത്തെ യുഗത്തിൽ നമ്മളിവിടെ ജോലി എടുത്തല്ലേ ജീവിക്കുന്നത്. നമ്മൾ ഗൃഹസ്ഥർക്കല്ലേ ദീക്ഷ കൊടുക്കുന്നത്. അപ്പൊ അതൊന്നും പറയാൻ പറ്റൊന്നുമില്ല. അപ്പൊ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകരുതെന്ന് പറയും. പോസിറ്റീവ് സ്ഥലങ്ങളിൽ പോവുക. ഇപ്പൊ ഈ ആത്മാക്കൾ ഇറക്കണ സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ ഒന്നും പോകരുത്. അപ്പൊ അങ്ങനെ പോവാതിരുന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഭാരതത്തിൽ അത്രയും പ്രശ്നമില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ പിന്നെയും കുഴപ്പ. ഇവിടത്തെ പോലെ വൈബ് മറ്റുള്ള രാജ്യങ്ങൾ അത്രയും ഇല്ല. അപ്പോ നമ്മളിപ്പോ മണികർണികയെ പോയിട്ട് സെൽഫി എടുക്കാണ് അല്ലേ? സെൽഫി എടുത്തോണ്ട് വേഗം സെൻഡ് ചെയ്യാണ്. ആ ഫോട്ടോ തന്നെ കാണരുത്. അതന്നെ നെഗറ്റീവ് വൈബായിരിക്കും. ഒരിക്കലും അവിടെ പോയി നിൽക്കരുത്. നമ്മൾ ഒരു കാരണവശാലും നിൽക്കരുത്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം പിന്നെ മരിച്ച് നമ്മുടെ ബോഡിയും കൊണ്ട് പോവുകയാണെങ്കിൽ അവിടെ കർമ്മം ചെയ്യാൻ വേണ്ടി ചെയ്ത് അല്ലാണ്ട് നിൽക്കരുത്. അഘോരിക്കാവാം. അവര് ആ എനർജി വെച്ചിട്ടാണ് അവര് കർമ്മം ചെയ്യണത്. അല്ലെങ്കിൽ അധർവം ചെയ്യുന്നവർക്ക് ആ എനർജി വെച്ചിട്ടാണ് അവർ കർമ്മം ചെയ്യണം. ആ സോളിനെ വെച്ചിട്ട്, സോളിന്റെ എനർജി വെച്ചിട്ട് അവർക്ക് കുഴപ്പമില്ല. അവർക്ക് അവിടെ കിടന്ന് ഉറങ്ങാം. ചിലർ പറയും ഘാട്ടിൽ പോയി കിടന്ന് ഉറങ്ങാം, മണികർണികയിൽ അല്ലെങ്കിൽ ശ്മശാനത്തിൽ പോയി കിടന്ന് ഉറങ്ങാന്നൊക്കെ പറയും. അതൊക്കെ ശരിക്കും അനുഭവത്തിൽ വരുമ്പോൾ മനസ്സിലാവും അവർക്ക്. ഒരു സെൻസിറ്റീവ് ബോഡി ആണെന്നുണ്ടെങ്കിൽ അവന്റെ മേത്ത് കയറിയിരിക്കും. പിന്നെ ഇത് അനുഭവത്തിൽ എക്കടെ ഇത് പഠിക്കുള്ളൂ. അല്ലെങ്കിൽ ഇതെല്ലാം അന്ധവിശ്വാസമാണ്. ഈ കാശിയില് പോകുന്ന ആൾക്കാർ തന്നെ ഒരു വിഭാഗം ഇത് കാണാൻ വേണ്ടിയിട്ടൂടെയാണ് പോകുന്നത്. എന്നാൽ മണികർണിക കാട്ട് കാണാം. ഇതിങ്ങനെ തുറസായിട്ടിട്ട് ദഹിപ്പിക്കുന്ന ഒരു സ്ഥലമല്ലേ. അപ്പൊ ആ ഒരു രീതിയിൽ അവിടെ എത്തുമ്പോൾ നമ്മളുടെ ഈ അഹംഭാവമൊക്കെ മാറും. ഇത്രേ ഉള്ളൂ ജീവിതം എന്ന് മനസ്സിലാക്കും. ആ രീതിയിൽ ഓക്കെ. കാണാം. അതിന്റെ അടുത്ത് പോയി ശ്മശാനത്തിൽ ചെന്ന് നിൽക്കണമെന്നില്ല. എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ ഞങ്ങളെ കഴിഞ്ഞ ഇപ്പോഴല്ല, ഒരു 2-3-4 വർഷം മുമ്പ് പോയിപ്പോ ഞങ്ങൾ അതിലിങ്ങനെ നടന്നു പോവാണ്. അപ്പൊ നടന്നു പോയപ്പോ ഇദ്ദേഹം വളരെ സെൻസിറ്റീവ് ആണ്. അദ്ദേഹത്തിന്റെ മെത്ത് കയറി 108 പ്രാവശ്യം അവൻ അവരെ ഗംഗയില് മുങ്ങി. 108 പ്രാവശ്യം. എന്തിനാ? ഈ സാധനം ഇറങ്ങി പോകാൻ വേണ്ടിട്ട്. എങ്ങനെയാ? അതെനിക്ക് മനസ്സിലാവൂല്ലോ.
അല്ല എന്തെങ്കിലും വേറെ രീതിയിൽ അവർക്കൊന്നും തോന്നൂല ശരിക്കും. സാധാരണ ബോഡിക്ക് സാധാരണ ആൾക്കാർക്ക് ഇത് കയറിയാലും മനസ്സിലാവില്ല, ഇറങ്ങിപ്പോലും മനസ്സിലാവില്ല.